Hello amigos, All Indian Karate Championship ഒക്കിനാവൻ ബുഡോ കപ്പ് 2025 ഈ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടന്നത് രാജഗിരി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്, കളമശ്ശേരി. അപ്പോൾ അതേ നമ്മൾ രാജഗിരി സ്കൂളിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കളമശ്ശേരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നമ്മുടെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. കഴിഞ്ഞ കൊല്ലം നടന്നത് കളമശ്ശേരി വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ 7:30 നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം എല്ലാം. അപ്പോൾ ഞാൻ ദേ ഒരു 6:45 7 മണി അടുപ്പിച്ച് ഞാൻ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, കാരണം നമുക്ക് ഇനിയും കുറേ ടൈമുണ്ട്. അപ്പോൾ നമ്മൾ പ്രാക്ടീസൊക്കെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കരാട്ടെ പഠിക്കണത് എടപ്പള്ളി ടോളിൽ സംഗീത മാം എന്ന് പറഞ്ഞൊരു മാമിൻ്റെ അടുത്താണ്. ഏകദേശം ഒരു 8-9 വർഷമായിട്ട് മാമിൻ്റെ കീഴിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ കിളി പോയിട്ടോ. കാരണം വലിയൊരു സ്റ്റേഡിയത്തിലാണ് ഈ പ്രാവശ്യം ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു. ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും പാരൻസായിട്ടും പാർട്ടിസിപ്പൻസായിട്ടും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഈ പ്രാവശ്യം. അപ്പോൾ ഈ ടൂർണമെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വേൾഡ് ക്യുഡോക്കിയൻ കരാട്ടെ സ്കൂൾ നടത്തുന്ന 25ാമത്തെ ചാമ്പ്യൻഷിപ്പാണ്. അത് രാജഗിരി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. നമ്മൾ 5 ബൗട്ടായിരുന്നു അന്ന് നമുക്ക് ഓരോ പ്രോഗ്രാംസിനുണ്ടായത്. 12 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഇവൻറ്റ്സും അവിടെ 70ഓളം കാറ്റഗറീസ് ഉണ്ടായിരുന്നു നമുക്ക്. ഈ പ്രാവശ്യം നമുക്ക് 7 സ്റ്റേറ്റ്സ് ആയിരുന്നു നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടായത്. 1500 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ടോട്ടലി. അപ്പോൾ ഞാൻ ഫൈറ്റിങ്ങിന് ഉണ്ടായിരുന്നു, കത്തയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫൈറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സൈഡിൽ ക്യൂവിലിരിക്കണതിനകത്ത് ഫസ്റ്റ് ഇരിക്കണ ഞാനാണ്. അപ്പോൾ അടുത്തത് ഞാൻ ഇറങ്ങാൻ പോവാണ് ഫൈറ്റിങ്ങിന്. അപ്പോൾ ദേ ഫൈറ്റിങ്ങിന് ഇറങ്ങാനുള്ള സമയമായി. അപ്പോൾ നമ്മുടെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു സാർ ഉണ്ടായിരുന്നു, നമുക്ക് ഷൂസ് കെട്ടാനും ഹെഡ് ഗിയർ ഇടാനും ചെസ്റ്റ് ഗാർഡൊക്കെ ഇടാനായിട്ടാണെങ്കിലും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റ് ഗാർഡും ഹെഡ് ഗിയറും ഗ്ലൗസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ കാലിൽ ഞാൻ ഷൂ പോലത്തെ സാധനം യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടൂർണമെൻറ്റിൻ്റെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാത്ത സാധനം പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം ഇട്ടപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട്. പിന്നെ എന്തായാലും അത് വേണമെന്ന് പറഞ്ഞു, കാരണം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഇട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈറ്റിംഗ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാ സാമഗ്രികളൊക്കെ ഇട്ട് ഞാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഒപ്പോണൻ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഫൈറ്റ് തുടങ്ങാൻ പോവാണേ. അപ്പോൾ നമ്മുടെ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ നാളത്തെ പ്രാക്ടീസ്, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-4 മാസം ഈ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ പുറകെയുള്ള പ്രാക്ടീസും എല്ലാമാണ്. അപ്പോൾ അതേ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബ്ലൂ കളറുള്ളതാണ് കേട്ടോ. അപ്പോൾ സൈഡിലിരിക്കുന്ന 4 റെഫറീസാണ്. 2 പേരെ കാണാൻ പറ്റുന്നുണ്ട്, 2 പേര് ബാക്കിലാണ്. അപ്പോൾ അവരുടെ കയ്യിൽ 2 കൊടി കണ്ടു, ഒരു റെഡ് ഉണ്ടാവും, ഒരു ബ്ലൂ ഉണ്ടാവും. ആർക്കാണോ പോയിൻ്റ് വന്നത് അവർ ആ കൊടി വീശും. അങ്ങനെയാണ് അവിടെ മെയിൻ ജഡ്ജസ് നമുക്ക് പോയിൻ്റ് നോട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഗേൾസിന് ഫൈറ്റ് എനിക്ക് തോന്നുന്നു 1.5 മിനിറ്റോ 2 മിനിറ്റോ എങ്ങാണ്ടുണ്ടായുള്ളൂ. ബോയ്സിന് കുറച്ചും കൂടി കൂടുതൽ ടൈമാണ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 8-9 വർഷമായിട്ട് ഞാൻ കരാട്ടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ലെവലാണ്. ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു, അത് പാസ്സായി സെക്കൻഡ് ലെവലിലേക്ക് കടന്നു. ഇപ്പോൾ ഞാൻ റെഡ് കളർ ഇട്ടേക്കണേ കേട്ടോ. റെഡ് ചെസ്റ്റ് ഗാർഡും റെഡ് കളർ ഹെഡ് ഗിയറും വെച്ചേക്കണതാണ്. ഓരോ ലെവൽ കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളറ് മാറാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 7 സ്റ്റേറ്റും 1500 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 100-ൽ കൂടുതൽ റെഫറീസ് ജഡ്ജസ് ഉണ്ടായിരുന്നു നമുക്ക് ഈ പ്രാവശ്യം ചാമ്പ്യൻഷിപ്പിൽ. അപ്പോൾ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് ഈ ഓൾ ഇന്ത്യൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പ്. അതായത് ജനുവരി 19 രാജഗിരി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇത് നടന്നത്. അപ്പോൾ എൻ്റെ ഇവൻറ്റിന് എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രൈസ് വാങ്ങിക്കാൻ സ്റ്റേജിൽ കയറാണ്. നമുക്ക് വീഡിയോസ് കുറച്ച് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല, കാരണം പാരൻസിന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന ആർക്കും താഴേക്ക് ഇറങ്ങാൻ പാടില്ല. അവർക്ക് ആ സ്റ്റേഡിയത്തിൻ്റെ ഇരിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ അടുത്ത് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടൊന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത ഇവൻ്റ് ഫൈറ്റിംഗ് കഴിഞ്ഞു, കത്തയ്ക്ക് ഇറങ്ങുകയാണ് ഞാൻ. അപ്പോൾ ഒരാൾ ചെയ്ത് കഴിഞ്ഞു, അടുത്തത് ഞാനാണ്. അപ്പോൾ ഞാൻ കത്ത ചെയ്യാനായിട്ട് ബൗട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ കത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. കത്തയും ഈ പറഞ്ഞോട്ട് ഒത്തിരി നാളത്തെ പ്രാക്ടീസും ഓരോ മൂമെൻറ്റ്സിനും നമുക്ക് മാർക്ക് പോകും. കാല് അകത്തി വയ്ക്കണ രീതി, അല്ലെങ്കിൽ നമ്മൾ ഫോർവേഡ് കയറുമ്പോൾ ഉള്ള രീതി ഒക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു വ്യത്യാസം വന്നാൽ നമ്മളെ പോയിൻ്റ് അവിടെ പോകും.
നമ്മുടെ ഓരോ മൂമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും ജഡ്ജസ് നോട്ട് ചെയ്യാനുണ്ടായിരിക്കും. 4 റെഫറീസാണ് 4 കോർണറിലും ഇരിക്കുന്നത്. അതേപോലെ കത്ത് ചെയ്യണ സമയത്ത് സൗണ്ടിന് ഭയങ്കര ഇത് വേണം. അതായത് ഉറക്കെ നമ്മൾ കത്തയുടെ പേര് പറയുമ്പോഴാണെങ്കിലും ഓരോ സ്ഥലത്ത് എവിടേക്കാണോ നമ്മൾ സൗണ്ട് ഇടേണ്ടത് അതേപോലെ. അപ്പോൾ നമ്മുടെ കത്തയുടെ ടൈം കഴിയുമ്പോൾ ഒരു വിസിലടിക്കും. അതനുസരിച്ച് നമ്മുടെ റെഫറീസ് നമ്മുടെ മാർക്ക് പൊക്കി കാണിക്കും ഒരു ബോർഡിനകത്ത്. അങ്ങനെ ദേ കത്ത് കഴിഞ്ഞു, ഞാൻ തിരിച്ച് റേ ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ 7:30-ക്ക് പ്രോഗ്രാം തുടങ്ങിയിട്ട് വൈകുന്നേരം ഒരു 7:30-8 മണി വരെയൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ടൂർണമെൻറ്റുകൾ ഉണ്ടായുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി ലേറ്റ് ആയിരുന്നു. അപ്പോൾ ദേ കത്തിയൊക്കെ കഴിഞ്ഞു, എനിക്ക് പ്രൈസ് ഉണ്ട്. അപ്പോൾ ദേ 3 പേരും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, എനിക്ക് സെക്കൻഡായിരുന്നു കത്തിക്ക്. അപ്പോൾ ദേ നമുക്ക് നമ്മുടെ റെഫറീസ് നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ കരാട്ടെ എനിക്ക് ഒരു പാഷൻ മാത്രമല്ല, എൻ്റെ സ്വപ്നവും കൂടിയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും ബെൽറ്റൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട്, പാരൻസിൻ്റെ സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇവിടം വരെ എനിക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് എടുക്കണം, എനിക്കൊരു ക്ലാസ് തുടങ്ങണം. എല്ലാം സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ചാമ്പ്യൻഷിപ്പിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അന്നെടുത്ത കുറച്ച് ഫോട്ടോസും എല്ലാം ഉണ്ട്. ഇപ്രാവശ്യത്തെ ഓൾ ഇന്ത്യൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഒക്കിനവൻ ബുഡോ കപ്പ് 2025 അടിപൊളിയായിട്ട് അവസാനിച്ചു. അപ്പോൾ ഇനി അടുത്ത ചാമ്പ്യൻഷിപ്പിലേക്കുള്ള പ്രാക്ടീസും എല്ലാം ഞങ്ങൾ വഴിയെ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. ബൈ.